ബി ജെ പിയിലേക്ക് പി സി ജോർജ് വന്നതോടുകൂടി തന്നെ അടിയോട് അടിയാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ പി സി ജോർജ് പരസ്യമായിട്ട് അനിൽ കെ ആന്റണിയെ പഞ്ഞിക്കിടുന്ന കാഴ്ച കണ്ടല്ലോ. കുറ്റിച്ചൂലെന്നാണ് നമ്മുടെ അനിൽ കെ ആന്റണിയെ പി സി ജോർജ് വിശേഷിപ്പിച്ചത്. ഒരു 10 പേരെ നിർത്തി വെച്ചിട്ട് ഇതിലേതാണ് അനിൽ കെ ആന്റണി എന്ന് ചോദിച്ചാൽ പോലും ആർക്കും മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരാളെയാണ് ഇത് അങ്ങോട്ട് കെട്ടിയിറക്കിയിരിക്കുന്നത് എന്ന രീതിയിലൊക്കെയാണ് അന്ന് പി സി ജോർജ് ഈ പത്തനംതിട്ടയിലെ സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് പരസ്യമായി പ്രതികരിച്ച് കണ്ടത്. പിതൃശൂന്യതയാണ് കാണിച്ചത്, പിതൃശൂന്യത. ഈ നാടിന്റെ ജനതയുടെ ശബ്ദം കേൾക്കാതെ ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ 1,00,000 വോട്ട് തയ്ക്കത്തില്ല. 1,00,000 വോട്ട് നിങ്ങൾ എണ്ണി വെച്ചു, നിങ്ങൾ മത്സരിച്ചു നോക്കൂ. പിന്നാലെ അനിൽ കെ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം പിതൃശൂന്യമാണെന്ന് പറഞ്ഞ് കർഷക മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശ്യാം തട്ടലിലും വന്ന കാര്യം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ശ്യാമിനെ കഴിഞ്ഞ ദിവസം സുരേന്ദ്രനെടുത്ത് പള്ളേ കളഞ്ഞ കാഴ്ച നമ്മൾ കണ്ടു. എല്ലാ വിവാദങ്ങൾക്കും നടുവിൽ ഇവിടെ അനിൽ കെ ആന്റണി പത്തനംതിട്ടയിൽ കാലുകുത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ചു നേരം ചിരിക്കാം. അനിൽ കെ ആന്റണിയുടെ പ്രതികരണം ഒന്ന് കാണാം. മൊത്തം മോദി സ്തുതിയാണ്. വിശ്വഗുരുവിന് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്, എല്ലാം വിശ്വഗുരു. എന്തായാലും കേൾക്കാം. അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയിൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റ് ലഭിച്ചതിൽ ഒരുപാട് പേർക്ക് വിഷമം കാണും. അവരുടെ വിഷമം ഇനി കൂടാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ഞാൻ അവിടെ വിജയിക്കും. ഞാൻ അവിടെ നിൽക്കുന്നത്, സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ഞാൻ തീരുമാനിച്ച കാര്യമല്ല. ശ്രീ നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ച കാര്യമാണ്. ഞാനും ഇവിടെയുള്ള എല്ലാ സ്ഥാനാർത്ഥികളും ശ്രീ മോദിജിയെ പ്രതിനിധീകരിച്ചാണ് നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അഖിലേന്ത്യാ തലത്തിൽ 370-ലധികം സീറ്റുകൾ ലഭിക്കും. NDAക്ക് 400-ലധികം സീറ്റുകൾ ലഭിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അക്കൗണ്ട് തുറക്കും. നിരവധി സീറ്റുകൾ ലഭിക്കും. അതിലൊന്ന് പത്തനംതിട്ടയായിരിക്കും. ഇതെല്ലാം പഴയ കാര്യങ്ങൾ. അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു സ്ഥാനാർത്ഥിയെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെല്ലാവരും ശ്രീ നരേന്ദ്രമോദിജിയുടെ സ്ഥാനാർത്ഥികളാണ്. ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. ഒരു സംശയവുമില്ലാതെ ശ്രീ മോദിജി 3ാമത്തെ പ്രാവശ്യവും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ പ്രധാനമന്ത്രിയാവും. ഓരോ സ്ഥാനാർത്ഥിക്കും, BJPയുടെ ഓരോ സ്ഥാനാർത്ഥിക്കുമുള്ള വോട്ട് ശ്രീ നരേന്ദ്രമോദിജിക്കുള്ള വോട്ടാണ്. നമ്മളെ ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത് മോദിജിയുടെ തെരഞ്ഞെടുപ്പാണ്. മോദിജിയുടെ വിജയമായിരിക്കും. നമ്മളെല്ലാവരും മോദിജിയുടെ സ്ഥാനാർത്ഥികളാണ്. മോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഒരു പരിചയപ്പെടലും ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കും ആവശ്യമില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണും. അദ്ദേഹത്തെ തീർച്ചയായിട്ടും കാണും. അദ്ദേഹത്തെ കാണും. അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിക്കും. അദ്ദേഹത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ ഞാൻ പത്തനംതിട്ടയിൽ വിജയിക്കും. ഈ ഭാരതീയ ജനതാ പാർട്ടി നമുക്ക് കമ്മ്യൂണിറ്റിയോ റിലിജനോ ഒന്നുമില്ല. നാം ആദരണീയനായ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ നമുക്ക് പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിൽ ഭാരതത്തിൽ പ്രധാനമായിട്ടും 4 കമ്മ്യൂണിറ്റികളേ ഉള്ളൂ. ഗരീബ്, യുവ, അന്നദാത, നാരി. അതായത് ഇവിടുത്തെ പാവപ്പെട്ടവർ, ഇവിടുത്തെ കർഷകർ, ഇവിടുത്തെ സ്ത്രീകൾ, ഇവിടുത്തെ യുവാക്കൾ. ഈ 4 വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി ഇവർക്ക് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും മുന്നേറാനുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊരു വികസിത ഭാരതമായി മാറും. ഇതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ കേരളത്തിലും ഈ 4 കമ്മ്യൂണിറ്റിയിലുമുള്ള എല്ലാവരും, കേരളത്തിലുള്ള എല്ലാവരും ഈ 4 കമ്മ്യൂണിറ്റിയിൽ ഏതെങ്കിലും ഒരാളാണ്. എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും. എല്ലാ കമ്മ്യൂണിറ്റിയും ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പോലെ പത്തനംതിട്ടയിലും മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഒരു കമ്മ്യൂണിറ്റി, കാസ്റ്റ്, റിലീജിയസ് ഡിഫറൻസിയേഷൻ ഇല്ലാതെ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി എല്ലാവരും വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആരും പൊട്ടിച്ചിരിക്കരുത്. നമ്മുടെ അനിൽ കെ ആന്റണി സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. 125 വർഷം കൊണ്ട് നമ്മുടെ വിശ്വഗുരു ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞ മൊയന്താണ്. അതൊക്കെ പോട്ടെ. എന്തായാലും പി സി ജോർജിനെ മലർത്തിയടിച്ചുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി രംഗത്ത് വന്നിട്ടുണ്ട്. പരാതി കൊടുത്തു എന്നൊക്കെയുള്ളൂ. ഞാൻ ആർക്കുമെതിരെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ പരാതി പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഇത് അദ്ദേഹം തന്നെ സൃഷ്ടിക്കുന്നു, അദ്ദേഹം തന്നെ പറയുന്നു എന്നുള്ളതല്ലാതെ വേറെ ഞങ്ങൾക്ക് ആർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിവില്ല. അദ്ദേഹത്തിന് സീറ്റ് ആഗ്രഹമില്ലാത്ത ഒരാൾക്ക്, സീറ്റ് കിട്ടിയാൽ ബോധം കെട്ട് പോകുമെന്ന് പറഞ്ഞൊരാൾക്ക് സീറ്റ് കിട്ടാതിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ പറയേണ്ട ആവശ്യം എന്താണ്? BJPയിലേക്ക് എടുക്കാനും അത് മാറ്റാനുള്ള അധികാരം BJPക്കുണ്ട്. ഞങ്ങളെ കൂട്ടുള്ള ഇപ്പോൾ BDJs ഞങ്ങൾ എടുക്കില്ല. കാര്യം നിവൃത്തി കേട്ടുകൊണ്ടാണ് ഇതുപോലെ ഇവിടെ പറയാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പി സിക്കൊപ്പമാണ് കേട്ടോ നമ്മുടെ സുരേന്ദ്രൻ. സുരുവിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, പത്തനംതിട്ട കൊടുത്തുമില്ല. ആരും സുരുവിൻ്റെ പേര് പറയുന്നുമില്ല. എന്നാൽ പിന്നെ പി സിക്കൊപ്പം നിൽക്കാം എന്ന നിലപാടിലാണ് സുരേന്ദ്രൻ. എന്തു ആകട്ടെ,
ഈ ഇലക്ഷൻ തീർന്നവരെ പത്തനംതിട്ടയിൽ നിന്ന് നല്ല രസകരമായിട്ടുള്ള ഇങ്ങനെ അടിയിടി വാർത്തകൾ കേൾക്കാമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി എന്തൊക്കെ രീതിയിലുള്ള പ്രസ്താവനകളാണ് പി സി ജോർജ് നടത്താൻ പോകുന്നതെന്നുള്ള ഒരു വല്ലാത്ത രീതിയിലുള്ള ക്യൂരിയോസിറ്റിയിലാണ് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.